ലവ് ജിഹാദ് അടക്കമുള്ള പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് ക്രൈസ്തവ വോട്ടുകൾ സമാഹരിക്കാൻ ബി ജെ പി ശ്രമിക്കുമ്പോൾ മറുവശത്ത് ബി ജെ പിയുടെ തനിനിറം വ്യക്തമാകുന്നു. പുതിയ ആർ എസ് എസിൻ്റെ മുഖപത്രമായ കേസരിയുടെ പുതിയ പതിപ്പിൽ വന്ന ലേഖനം ക്രൈസ്തവ സമുദായത്തെ അടച്ച് ആക്ഷേപിക്കുന്ന ലേഖനമാണ്. ക്രൈസ്തവ സമുദായത്തിലെ മിഷണറിമാരെ അടച്ച് ആക്ഷേപിക്കുന്ന ലേഖനം. മതപരിവർത്തനം മിഷണറിമാർ നടത്തുന്നുണ്ടെന്നും മിഷണറിമാർ രാജ്യദ്രോഹികളാണെന്നും മതപരിവർത്തനത്തെ പ്രതിരോധിക്കണമെന്നുമാണ് കേസരിയിൽ വന്ന ലേഖനത്തിൽ പറയുന്നത്. എങ്ങനെയുണ്ട്? പ്രസംഗികൾ ഈ ലേഖനം വായിച്ചെന്ന് പഠിക്കണം, എന്നിട്ട് തീരുമാനിക്കണം ഇനി പ്രസംഗികളാകണോ ക്രിസ്ത്യാനികളാകണോ എന്ന്. എന്തായാലും ആർ എസ് എസിൻ്റെ തനിനിറം ഇതോടെ വ്യക്തമായി. ആർ എസ് എസിൻ്റെ മുഖപത്രമാണ് കേസരി. ആ മുഖപത്രത്തിലാണ് ക്രിസ്ത്യാനികളെ അടച്ച് ആക്ഷേപിച്ചുകൊണ്ടുള്ള ലേഖനം വന്നത്. ക്രൈസ്തവ സ്നേഹം പറഞ്ഞുകൊണ്ട് ഷോൺ ജോർജും പി സി ജോർജും നടക്കുമ്പോൾ അവർ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ മുഖപത്രത്തിൽ വന്ന ലേഖനം നടുക്കം ഉളവാക്കുന്നതാണ്. ക്രൈസ്തവ മിഷണറിമാരെ രാജ്യദ്രോഹ കുറ്റത്തിന് ജയിലിലടയ്ക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ലേഖനത്തിൽ. ക്രൈസ്തവരെ പൊട്ടന്മാരാക്കിക്കൊണ്ട് കുറെ കാലമായി ബി ജെ പി നടക്കുന്നു. ജാർഖണ്ഡിൽ കന്യാസ്ത്രീമാരെ ജനക്കൂട്ടം തടഞ്ഞു വയ്ക്കുകയും ജനകീയ വിചാരണ നടത്തി ജയിലിലാക്കുകയും ചെയ്തപ്പോൾ ബി ജെ പി അവിടെ ഇരട്ടത്താപ്പാണ് കളിച്ചത്. ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള എം പിമാർ ഇടപെട്ടിട്ടില്ലായിരുന്നെങ്കിൽ കന്യാസ്ത്രീമാർ ഇന്നും ജയിലിൽ കിടക്കുമായിരുന്നു. കേരളത്തിലെ എം പിയായ സുരേഷ് ഗോപി അതേക്കുറിച്ചൊന്നും മിണ്ടിയില്ല. കന്യാസ്ത്രീമാർ ജയിൽ മോചിതരായി എത്തിയപ്പോൾ പോയി കണ്ടു എന്ന് മാത്രം. എന്തായാലും പല വിധത്തിൽ ക്രൈസ്തവരെ ദ്രോഹിക്കുന്നുണ്ട് ബി ജെ പിയും അവരുടെ അനുബന്ധ സംഘടനകളായ ആർ എസ് എസും ബജറംഗദളും ഒക്കെ. ആർ എസ് എസിൻ്റെ മുഖപത്രമാണ് കേസരി. കേസരിയിലാണ് ഇത്രയും മതവികാരത്തെ ഇളക്കി മറിക്കുന്ന ഈ ലേഖനം വന്നത്. മതപരിവർത്തനം മിഷണറിമാരുടെ അവകാശമാണെങ്കിൽ മതപരിവർത്തനത്തെ പ്രതിരോധിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. മിഷണറിമാർ സുവിശേഷ പ്രസംഗം നടത്തുന്നത് തടയണം. ക്രൈസ്തവ മിഷണറിമാർ രാജ്യദ്രോഹികളാണ്. ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണം, നിയമ നടപടി സ്വീകരിക്കണം. പലയിടത്തും ക്രൈസ്തവരെ കൂടെ കൂട്ടാൻ പല വിധത്തിലുള്ള കുൽസിത പ്രവർത്തികൾ ബി ജെ പി ചെയ്യുന്നുണ്ട്. മുനമ്പം വിഷയം ആയുധമാക്കി ക്രൈസ്തവരെ കൂടെ കൂട്ടാൻ ശ്രമിച്ചു. പക്ഷേ അതിൻ്റെ യഥാർത്ഥ ചിത്രം ഇപ്പോൾ ക്രൈസ്തവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. മുനമ്പം വിഷയത്തിൽ സർക്കാരിൻ്റെ നിലപാടാണ് ശരി എന്ന് ക്രൈസ്തവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും രണ്ടായി തിരിച്ച് വർഗീയ കലാപം ഉണ്ടാക്കാൻ കുറെ കാലമായി ആർ എസ് എസ് ശ്രമിക്കുന്നു. ആ ശ്രമത്തിൻ്റെ പര്യവസാനമാണ് കേസരിയിൽ വന്ന ലേഖനം. ഇത് ക്രിസ്ത്യാനികൾ കണ്ണു തുറന്നു കാണണം. ഹരി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, ആർ എസ് എസിൻ്റെ ഒരു വലിയ നേതാവാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. കേസരിയിലെ ലേഖനം എല്ലാ ക്രിസ്ത്യാനികളും ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. കാരണം ബി ജെ പിയിലേക്ക് പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആർ എസ് എസിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ലേഖനം ഒന്ന് വായിച്ചിരിക്കണം. ക്രൈസ്തവ സമൂഹത്തെ ആർ എസ് എസ് പുച്ഛത്തോടെയാണ് കാണുന്നതെന്ന് ഈ ലേഖനം വായിക്കുമ്പോൾ മനസ്സിലാകും. ഇലക്ഷൻ അടുത്ത് വരികയാണ്. ക്രൈസ്തവ സമുദായത്തെ ഹൈജാക്ക് ചെയ്യാൻ പലവിധ നടപടികളുമായി പോകുകയാണ് ബി ജെ പി. ഈ സാഹചര്യത്തിലാണ് ആർ എസ് എസിൻ്റെ മുഖപത്രമായ കേസരിയിൽ ഈ ലേഖനം വന്നത്. മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ ലേഖനം ചർച്ചയാക്കണമെന്നില്ല. കാരണം അവർക്ക് ബി ജെ പിയെ ഭയമാണ്, ആർ എസ് എസിനെ ഭയമാണ്. അങ്ങനെ ചർച്ചയാക്കി കഴിഞ്ഞാൽ അവരുടെ മാധ്യമത്തിന് തന്നെ തിരിച്ചടി കിട്ടും. കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പരസ്യങ്ങൾ നിർത്തലാക്കപ്പെടും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് കേസരിയിൽ വന്ന ലേഖനം മുഖ്യധാരാ മാധ്യമങ്ങൾ ചർച്ചയാക്കില്ല. പക്ഷേ പൊളിറ്റിക്സ് കേരള അത് ചർച്ചയാക്കുന്നു. പൊളിറ്റിക്സ് കേരള പറയുന്നത് ക്രൈസ്തവ മിഷണറിമാർ ഉള്ളത് കൊണ്ടാണ്
കേരളം കേരളമായി മാറിയത് എന്ന സത്യമാണ്. ക്രൈസ്തവ മിഷണറിമാരാണ് കേരളത്തിൽ സാക്ഷരതയ്ക്ക് നേതൃത്വം നൽകിയത്. അതാണ് കേരളത്തിൽ ക്രൈസ്തവ മിഷണറിമാരുടെ ചരിത്രം. ഈ ചരിത്രം അറിയാതെ അവരെ രാജ്യദ്രോഹികളാണെന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ് സംഘപരിവാർ മുഖപത്രമായ കേസരി.